തൃശൂർ വില്ലടത്ത് രാവിലെയുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. വിൽവട്ടം, നടത്തറ, പൂച്ചട്ടി തുടങ്ങിയ പ്രദേശങ്ങളാണ് മിന്നൽ ചുഴലി അടിച്ചത്. അതിശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിന്റെ പാർക്കിങ്ങിൽ 4 തേക്കുമരങ്ങളാണ് കടപുഴകി വീണത്. പൂച്ചട്ടി ഭവൻ സ്കൂളിന് സമീപത്തെ മിന്നൽ ചുഴലിയിൽ നിന്നും അത്ഭുതകരമായാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്. രാവിലെ 8:45ഓടെയാണ് മിന്നൽ ചുഴലി അടിച്ചത്. 9 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഓട്ടോറിക്ഷയിലും മറ്റും കുട്ടികളെത്തുന്ന സമയത്തായിരുന്നു ചുഴലി വീശിയത്. ഓട്ടോ ഡ്രൈവർമാരും അധ്യാപകരും കുട്ടികളെ തൊട്ടടുത്ത വീടുകളിലേക്ക് സേഫ് ഹൌസുകളിലേക്കും എത്തിച്ചത് കൊണ്ടാണ് അപകടം ഒഴിവായത്. മരം വാഹനങ്ങൾക്ക് പുറത്ത് വീണതിനാൽ തൊട്ടടുത്തുണ്ടായിരുന്ന കുട്ടികൾ രക്ഷപ്പെട്ടു. LKG സ്കൂളിന്റെ മേൽക്കൂര പൂർണ്ണമായും ഇളകി മാറി. 4 തേക്കുകളും സ്കൂൾ മുറ്റത്തെ വലിയ മാവും കടപുഴകി വീണു. മരം വീണ് 3 ഓട്ടോറിക്ഷകളും 1 കാറും തകർന്നു. ആർക്കും പരിക്കേറ്റിട്ടില്ല. മരങ്ങൾ റോഡിലേക്ക് വീണതോടെ പ്രദേശത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് മരങ്ങൾ മുറിച്ചുമാറ്റിയ ശേഷമാണ് പ്രദേശത്തെ ഗതാഗതം പൂർണ്ണസ്ഥിതിയിലാക്കിയത്. അതേസമയം മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ട മറ്റത്തൂരിൽ 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഗവൺമെന്റ് LP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ നഗരത്തിൽ കെട്ടിടം ഇടിഞ്ഞു വീണു. വൈദ്യുതി ലൈനിന് മുകളിലേക്കാണ് കെട്ടിടവും മതിലും വീണത്. കോർപ്പറേഷന്റെ ശുചീകരണ തൊഴിലാളികൾ സംഭവസ്ഥലത്ത് നിന്ന് മാറിയതിന് പിന്നാലെയാണ് കെട്ടിടം ഇടിഞ്ഞു വീണത്. വൻ അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. കോഴിക്കോട് തോട്ടുമുക്കം കിഴക്കേപ്പറമ്പിൽ ബാബുവിന്റെ വീടിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. കനത്ത മഴയിൽ മണ്ണ് കുതിർന്നതാണ് മതിലിടിയാൻ കാരണമായത്. ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. എറണാകുളം KSRTC സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നവീകരണ പ്രവർത്തനം നടത്തിയിട്ടും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് യാത്രക്കാരെ വലയ്ക്കുകയാണ്. പെരിയാറിൽ വള്ളം മറിഞ്ഞ് കാണാതായ യുവാവിനായി തിരച്ചിൽ പുനരാരംഭിച്ചു. ഇന്നലെ രാത്രിയാണ് ആലപ്പുഴ സ്വദേശി അഖിലും സുഹൃത്തും സഞ്ചരിച്ച വള്ളം മുങ്ങിയത്. പെരുമ്പാവൂർ കോതമംഗലം ഫയർഫോഴ്സുകളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ആലപ്പുഴ സ്വദേശിയാണ് കാണാതായ അഖിൽ. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് നീന്തി രക്ഷപ്പെട്ടിരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത പ്രവചിച്ചതിനെ തുടർന്ന് കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറത്തും വയനാട്ടിലും ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന മുന്നറിയിപ്പുമുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിന് സാധ്യതയുണ്ട്. കടൽ പ്രക്ഷുബ്ധമാണ്. നാളെ മുതൽ മഴയുടെ തീവ്രത കുറയാനിടയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. സംസ്ഥാനത്ത് മഴ കനത്തതോടെ പകർച്ചവ്യാധികളും വർദ്ധിക്കുകയാണ്. ഒരാഴ്ചക്കിടെ പനി ബാധിച്ച് ചികിത്സ തേടിയത് 70,000-ലേറെ പേരാണ്. ഇന്നലെ പനി ബാധിതരുടെ എണ്ണം 10,000 കടന്നു. കൊതുക് പരത്തുന്ന ഡെങ്കിപ്പനി ഇതുവരെ 15 ജീവനെടുത്തു. ഒരാഴ്ചക്കിടെ 342 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നു. 1366 പേർക്ക് രോഗം സംശയിക്കുന്നുണ്ട്. 47 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. മറ്റൊരു 47 പേർ രോഗം സംശയിച്ച് ചികിത്സയിലുണ്ട്. ഈ വർഷം ഇതുവരെ എലിപ്പനി ബാധിച്ച് 20 പേർ മരിച്ചു. അതേസമയം വയനാട് ബത്തേരിയിൽ ശാരീരിക അസ്വസ്ഥത നേരിട്ട 21 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി K മുരളീധരൻ ഉച്ചകഴിഞ്ഞ് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെത്തും. സമാന ലക്ഷണങ്ങൾ ഉള്ള 4 പേർ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോളിയാടി AUP സ്കൂളിലെ കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത്. വിദ്യാർത്ഥികളുടെ വീടുകളിലെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുമെന്നും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ രക്ഷിതാക്കൾ ആശുപത്രിയിൽ എത്തണമെന്നും വയനാട് DMO അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമായിരിക്കും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിലും കനത്ത മഴയെ തുടർന്ന് പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്നും കോഴിക്കോട് ജില്ലയിൽ അടുത്ത ദിവസങ്ങളിലും ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നും അപകടങ്ങളും ദുരന്തങ്ങളും ഒഴിവാക്കാനായാണ് അവധി പ്രഖ്യാപിച്ചതെന്ന് കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു. സ്കൂളുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. യൂണിവേഴ്സിറ്റി പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം മാറ്റമില്ലാതെ നടക്കും. ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. കാസർഗോഡ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നതിനാൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.